ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു മൊഡ്യൂൾ 1 ലെക്ചർ 4. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഇഷ്യൂസാണ് വരുന്നത് അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 തരത്തിലുള്ള ഇഷ്യൂസ് എന്ത് ചെയ്യാറുണ്ട്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് വരാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദോസ് ദാറ്റ് ആർ ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രോബ്ലംസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് those in the problem domain affected by transportation. Third one is those in the problem domain affecting transportation system. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രോബ്ലംസ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ് ആണ്. മൂന്നാമത്തെ ട്രാൻസ്പോർട്ടേഷനെ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. 3 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യാം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് വരാറുള്ളത്. അപ്പോൾ ദോസ് ദാറ്റ് ആർ ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രോബ്ലംസ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രോബ്ലംസ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? ഒന്ന് കൺജഷൻ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹൈ ഡിമാൻഡാണ്. ഇനാഡിക്വേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ദർ വിൽ ബി ഹൈ കൺജഷൻ. നമ്മുടെ റോഡുകളിലൊക്കെ കാണുന്ന കൺജഷൻസിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഇനാഡിക്വേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറാണ്. പിന്നെ ഇനാഡിക്വേറ്റ് കപ്പാസിറ്റി കുറവാകുക. ദെൻ ഹൈ യൂസർ കോസ്റ്റ്. അപ്പോൾ നമ്മളെ ക്വാളിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കുറവാണെങ്കിൽ, വളരെ ലോ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? യൂസർ കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. ഹൈ ഫെസിലിറ്റി കോസ്റ്റ് ആൻഡ് ലോ റേറ്റ് ഓഫ് റിട്ടേൺ കുറവാകും. നമ്മളത് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി കോസ്റ്റ് കൂടുകയും ചെയ്യാം. ലാക്ക് ഓഫ് സേഫ്റ്റി ഫോർ യൂസേഴ്സ്. സേഫ്റ്റി, ഇന്ത്യൻ റോഡുകളൊക്കെ ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ ആണെന്ത്? സേഫ്റ്റി ഇഷ്യൂസ്. കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ റോഡുകളിൽ മരിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി സേഫ്റ്റി പേഴ്സ്പെക്റ്റീവിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ജീവൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻവാല്യുബിളാണ്, അമൂല്യമാണ്. നമുക്കതിനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്ര കണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈൻ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ കൺസേൺ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സേഫ്റ്റി. ബാക്കിയൊക്കെ അതിന് ശേഷമേ വരാൻ പാടുള്ളൂ. ദെൻ ഡിസ്കംഫേർട്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് വരുന്നത്? ഇറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഇനി ദെൻ ദോസ് ഇൻ ദി പ്രോബ്ലം ഡൊമെയിൻ എഫക്റ്റഡ് ബൈ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എയർ പൊല്യൂഷൻ വൺ ഓഫ് ദി മേജർ പ്രോബ്ലം ആണ്. നമ്മളെ ക്ലൈമാറ്റിക് ചേഞ്ചസിനൊക്കെ കാരണമാവുന്ന എന്താണ്? എയർ പൊല്യൂഷനാണ്. നമുക്ക് ചൂട് കൂടാനുള്ള കാരണം ഈ വേനൽക്കാലത്ത് പണ്ടുള്ള കാലങ്ങളിലേക്കാളും ചൂട് കൂടുന്നുണ്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? നമ്മളെ വാഹനങ്ങളൊക്കെ എക്സോസ്റ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ, H2S, ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് വന്നിട്ട് നമ്മളെ ക്ലൈമറ്റിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ നോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോയ്സ് പൊല്യൂഷൻ ഉണ്ട്. എയർ പൊല്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നോയ്സ് പൊല്യൂഷൻ. ഇനി ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ വന്നാൽ, നമ്മളെ ഗ്യാസലൈൻ വെഹിക്കിൾസിന് പകരം ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ വന്നാൽ നോയ്സ് പൊല്യൂഷന് ഒരു പരിധി വരെ എന്ത് വരും? കുറവ് വരാൻ സാധ്യതയുണ്ട്. വിഷ്വൽ ഇൻട്രൂഷൻ.
നമ്മൾ പ്രകൃതിയിലോട്ട് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൂഷൻ വരുന്നുണ്ട്, വിഷ്വലായിട്ട് വരുന്നത്. നമ്മളെ പ്രകൃതിക്ക് ചെറിയ കോട്ടം കെട്ടുന്ന വിഷ്വൽ ഇൻട്രൂഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇനോർഡിനേറ്റ് ചേഞ്ചസ് ഇൻ ലാൻഡ് വാല്യൂസിന് നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിലോട്ടുള്ള ആക്സസിബിലിറ്റി, മൊബിലിറ്റി സാധ്യമാക്കുന്നതാണ്. ആ ഒരു സ്ഥലം ആക്സസിബിൾ ആവുകയാണ്, അതിലോട്ടുള്ള ആളുകളുടെ മൊബിലിറ്റിയൊക്കെ സാധ്യമാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, എപ്പോഴും ഒരു റോഡ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു വരുന്നതോടുകൂടി അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ദെൻ ഇനപ്രോപ്രിയേറ്റ് ആൻഡ് അൺഡിസൈറബിൾ ലാൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലാൻഡ് അല്ലാത്ത ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്ത് വരാറുണ്ട്, ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കണ്ടുവരാറുണ്ട്. നമ്മളെ ടൗണുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഓർഗാനിക് ഗ്രോത്താണ് നമ്മുടെ ടൗണുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്, ആദ്യം ഒരു റോഡ് ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മൾ ടൗണുകളിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാൻഡ് ഗ്രോത്ത് അല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ടൗണുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ട്രാഫിക് കൺജഷൻസ് വരുന്നുണ്ട്, കൂടുതലായിട്ട് എയർ പൊല്യൂഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ചലഞ്ചസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഓർഗാനിക് ഗ്രോത്ത് ഓഫ് ടൗൺസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ടൗൺസ് ഒരു പ്ലാൻഡ് സിറ്റി ആയിരിക്കണം, ഒരു പ്ലാൻഡ് ടൗൺസ് ആയിരിക്കണം. എന്നാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കുറേ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ. ദെൻ അൺഈക്വൽ ഇമ്പാക്റ്റ് അപ്പോൺ സർട്ടൻ പോപ്പുലേഷൻ ഗ്രൂപ്പ്സ്. സർട്ടൻ പോപ്പുലേഷൻ ഗ്രൂപ്പിന് എന്ത് വരുന്നുണ്ട്, ചിലവർക്ക് കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നുണ്ട്, ചിലവർക്ക് കുറച്ച് ഇമ്പാക്റ്റേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അൺഈക്വൽ ഇമ്പാക്റ്റ്, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, those problem in domain affected by the transportation. Those in the problem domain affecting transportation system എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇൻക്രീസ് ട്രാഫിക് ഡിമാൻഡ് ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഡിസ്പേർഷൻ. പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കും, കൂടുതലായിട്ട് വാഹനങ്ങൾ ഓൺ ചെയ്യും, കൂടുതൽ ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കും. അപ്പോൾ അത് ഡിമാൻഡ് കൂടും, അത് സ്വാഭാവികം. ഇൻക്രീസ്ഡ് ഓട്ടോമൊബൈൽ ഓണർഷിപ്പ്. അപ്പോൾ പോപ്പുലേഷൻ്റെ വേറൊരു ഭാഗമാണ്, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടുന്തോറും, ആളുകളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടുന്തോറും എന്ത് ചെയ്യും, വെഹിക്കിൾ ഓണർഷിപ്പ് കൂടും. അപ്പോൾ നമ്മൾ റോഡുകളിലെ വാഹനങ്ങൾ ഇൻക്രീസ് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പീക്ക്നെസ് ഇൻ ട്രാഫിക് ഫ്ലോ. അപ്പോൾ വാഹനങ്ങൾ ഓണർഷിപ്പ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ട്രാഫിക് ഫ്ലോൻ്റെ പീക്ക്നെസ് എന്ത് ചെയ്യും, കൂടും. പീക്ക്നെസ് കുറേ സമയങ്ങളിൽ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ദോസ് പ്രോബ്ലംസ് ഇൻ ഡൊമെയിൻ എഫക്റ്റിംഗ് ദി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇറ്റ് ഈസ് സ്റ്റേജസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ സ്റ്റേജസ് ആണ് പറയുന്നത്. ദ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് 5 സ്റ്റേജസിലായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർവേ ആൻഡ് അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടീഷനെ കുറിച്ച് എന്താണ് ഒരു വിവരം വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, വി ഹാവ് ടു ഡു സർവേസ്. ദെൻ ഫോർകാസ്റ്റ് അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ കണ്ടീഷൻ പ്ലാൻ സിന്തസിസ്. ഫ്യൂച്ചറിൽ എന്തായിരിക്കണം അത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യണം, ഒരു പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദെൻ ഇവാലുവേഷൻ, നമ്മൾ പ്ലാൻ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇവാലുവേറ്റ്. ദെൻ വി ഹാവ് ടു അഡോപ്റ്റ് എ പ്രോഗ്രാം, ദാറ്റ് ഈസ് പ്രോഗ്രാം അഡോപ്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ കണ്ടിന്യൂയിങ് ദി സ്റ്റഡി. ഇതാണ് എന്ത് വരുന്നത്, ഇറ്റ് ഈസ് ദ സ്റ്റേജസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. സർവേ ആൻഡ് അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. സർവേ ആൻഡ് അനാലിസിസിൽ വരുന്നത് ഡിവിഷൻ ഓഫ് ദി ഏരിയ ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് കോൾഡ് സോൺസ് ടു സ്റ്റഡി ദി പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓൾ സ്റ്റഡി ഏരിയനെ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഡിവൈഡ് ദി സ്റ്റഡി ഏരിയ ഇൻ ടു സോൺസ്. സ്മോൾ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ സ്മോൾ ഏരിയ ഒക്കെ പറയുന്ന പേരാണെന്ത്, സോൺസ്. നമ്മൾ OD സർവേ ഒക്കെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടാവും, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേ. അപ്പോൾ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേയിൽ നമ്മളെങ്ങനെ ചെയ്യുന്നത്, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേ ചെയ്യുന്നത് തന്നെ
നമ്മൾ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തിലോട്ടുള്ള എത്ര ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റഡി ഏരിയനെ നമ്മൾ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട്, അപ്പോൾ സോൺ ടു സോൺ എത്ര മൂവ്മെൻറ്റാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. At this stage itself, the goal that provide the direction to planning effort are set. The goals are so formulated that all relevant social, legal, aesthetic, political, and economic and technical consideration are evaluated. നമ്മളെല്ലാ കാര്യങ്ങളും സോഷ്യൽ, ലീഗൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗോളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ദ സർവേയിങ് ബേസിക്കലി ഇൻക്ലൂഡ് ഇൻവെൻട്രി ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, ട്രാവൽ പാറ്റേൺ, ഫെസിലിറ്റിക്ക് എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, വി ഹാവ് ടു സർവേ ഇറ്റ്. ദെൻ ഇൻവെൻട്രി ഓഫ് എക്സിസ്റ്റിംഗ് ട്രാവൽ ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അതിനെക്കുറിച്ചുള്ള ഒരു ഇൻവെൻട്രി വേണം. എത്ര റോഡ്സ് ഉണ്ട്, എത്ര ഹൈവേസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, ഒരു ഇൻവെൻട്രി നമ്മൾ നടത്താം. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കെടുപ്പ് നടത്താം. ഇൻവെൻട്രി ഓഫ് ലാൻഡ് യൂസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം, we have to make an inventory. The basic analysis of the existing condition like car ownership, trip generation, trip attraction, model selection, trip distribution, good vehicle etc. അപ്പോൾ നമ്മൾ ബേസിക് എത്ര കാർ ഓൺ ചെയ്യുന്നുണ്ട്, ഓരോ സോൺസിൽ നിന്ന് എത്ര ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ സോൺസിലോട്ട് എത്ര ട്രിപ്പ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മോഡിലാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്, പ്രൈവറ്റ് ആണോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണോ, ഗുഡ്സ് വെഹിക്കിൾസിൻ്റെ ട്രിപ്പ് എത്രയാണ്, ഇത്ര കാര്യങ്ങളൊക്കെ കുറിച്ച് എന്ത് ചെയ്യണം, ഒരു ബേസിക് ഇൻവെൻറ്ററി നമ്മൾ സർവേയിങ്ങിൽ ചെയ്യേണ്ടതാണ്, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ദെൻ ഫോർകാസ്റ്റ് അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ കണ്ടീഷൻ ആൻഡ് പ്ലാൻ സിന്തസിസ്. ദ ട്രാൻസ്പോർട്ട് പ്ലാൻ ആർ യൂഷ്വലി ഡൺ ഫോർ ലോങ് റേഞ്ച്, അബൌട്ട് 20 to 25 years ahead. നമ്മൾ സാധാരണ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനൊക്കെ ചെയ്യാറ് ഒരു 20-25 കൊല്ലം ഹൊറൈസൺ വെച്ചിട്ടാണ്, 20-25 കൊല്ലത്തിലോട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ദ പ്രൊഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ ട്രാവൽ പാറ്റേൺ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എക്കണോമിക് ആക്ടിവിറ്റി ഫോർ ദി സ്റ്റഡി ഇയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ഒരു 20-25 കൊല്ലത്തിൽ എങ്ങനെയാണ് ട്രാവൽ പാറ്റേൺ വരിക, എത്ര ആൾക്കാർ കാർ ഓണർഷിപ്പ് ഉണ്ടാവും, അവർ ട്രാവൽ പാറ്റേൺ എങ്ങനെയൊക്കെയാണ്, അവരെ സോഷ്യൽ എക്കണോമിക് ആക്ടിവിറ്റി എന്തായിരിക്കും, ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് വേണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 20-25 കൊല്ലത്തിന് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ഈസ് ടൈഡ് അപ്പ് വിത്ത് ദി ഫ്യൂച്ചർ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂച്ചർ ലാൻഡ് യൂസ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ലാൻഡ് യൂസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞതാണ്. The prediction can be done in many ways. Analyzing the past trends is one of the method. More sophisticated method like input-output model analysis are so. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, ഈ പ്രഡിക്ഷനൊക്കെ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ചെയ്യുന്നത് ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു മോഡൽ കാലിബ്രേറ്റ് ചെയ്ത്, ഈ മോഡൽ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ഫ്യൂച്ചറിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പാസ്റ്റ് ട്രെൻഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിനെ നമുക്ക് 20-25 കൊല്ലത്തോട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഇവാലുവേഷൻ. ഇൻ ആൻ urban system, the number of alternative transport plans are feasible for a given set of goals and policies. അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷനല്ല, ഒരു പ്ലാനല്ല നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് പ്ലാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇൻ ഓർഡർ ടു സെലക്ട് ദി ബെസ്റ്റ് വൺ, ഇറ്റ് ഈസ് നെസസറി ടു ഇവാലുവേറ്റ് ഈച്ച് ആൾട്ടർനേറ്റീവ് ആസ് ടു ഹൗ ഇറ്റ് ഫുൾഫിൽ ദി ഡിസൈഡ് ഒബ്ജക്റ്റീവ്. കോസ്റ്റ് ബെനിഫിറ്റ് ടെക്നിക് ആർ ഓഫൻ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ആൾട്ടർനേറ്റീവ് ഇൻ ഇക്കണോമിക് ടേംസ്. At this stage, it may be necessary to revise the plans and go back to the initial stage of design involved the further activity. അപ്പോൾ ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മൾ അതിൻ്റെ മെറിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇവാലുവേറ്റ്. അതിൻ്റെ മെറിറ്റ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് സാധാരണ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, എത്ര കോസ്റ്റ് ആവും, അതിന് എത്ര ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ ഏതാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സെലക്ട് ചെയ്യാറുള്ളത്.
ഇനി പ്രോഗ്രാം അഡോപ്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ദ ബെസ്റ്റ് alternative emerging from the evaluation study is selected and the adoption for the adoption and implementation. നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യും. The stage in which the project is to be implemented are decided with the consideration for the financial resources. നമ്മൾ ഫിനാൻഷ്യൽ റിസോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. The necessary organization for handling the project is built up and the work is executed. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പനി ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുക, ഇത് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ സാധാരണ ഏൽപ്പിക്കാറുള്ളത്. ഇനി കണ്ടിന്യൂയിങ് സ്റ്റഡി. ദ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഈസ് എ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് പ്രോസസ്സ്. ഒരു ഡൈനാമിക് പ്രോസസ്സാണെന്ന് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ദർ കനോട്ട് ബി എനി ഫൈനാലിറ്റി അബൌട്ട് ദി പ്ലാൻ. പ്ലാൻ എപ്പോഴും ഒരു ഫൈനൽ ആയിരിക്കില്ല. The urban system and people are governed by the random behavior. Desirable and uncertainty is always associated with the such system. അപ്പോൾ ഒരു ഡൈനാമിക് ആയതുകൊണ്ട് എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ഒരു റാൻഡം ബിഹേവിയർ ആയിരിക്കും അർബൻ സിസ്റ്റത്തിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡൈനാമിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The technology and preference of the people may change. Plans and policies which are relevant today may not remain so in the future, so it need a continuous review and updating the plan. അപ്പോൾ നമുക്ക് കണ്ടിന്യൂയിങ് അപ്പോൾ ഈ ഡൈനാമിസിറ്റി ഉള്ളതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ ഒരു ഡൈനാമിസിറ്റി ഉള്ളതുകൊണ്ട് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായതുകൊണ്ട് എന്താണ്, നമ്മൾ പ്ലാന് റിവൈസ് ചെയ്യാൻ എപ്പോഴും ഒരു സ്റ്റഡി എപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാനുകൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂള് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത് ട്രാഫിക് എഞ്ചിനീയറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് LR കടിയേലി പേജ് 585 to 599. അർബൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ NPTEL ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ റെഫർ ദാറ്റ്. നല്ല ക്ലാസ്സുകളാണ്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടിട്ട് നിങ്ങൾ ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഒരു ഏകദേശം നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.